തൃശ്ശൂരിൽ വെള്ളക്കരമായി ഗുണഭോക്താവിന് 10.21 ലക്ഷം രൂപയുടെ ബില്ല് ഒരുമനയൂർ സ്വദേശി ഷംസുവിനാണ്. കണ്ടാൽ തല കറങ്ങുന്ന ഈ ബില്ല് ലഭിച്ചത്. സംഖ്യ അത് കറക്റ്റല്ല. 10,21,894. ഞാൻ ചേച്ചിനി മറ്റേ സംഭവം ആവാറായിട്ടില്ലല്ലോ. എന്താണ് അങ്ങനെ വരാറുണ്ട്? എല്ലാ മാസം കൃത്യമായിട്ട് അടക്കണാണ് ബില്ല്. ഈ മാസത്തെ ഇവിടെ അടക്കാൻ വന്നപ്പോഴാണ് ഇപ്പൊ ഇത് കണ്ടത്. 10,21,894. ഞങ്ങൾക്ക് വിളിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് നോക്കട്ടെ എന്ന് പറഞ്ഞു. MS ലിഷോയിയാണ് വിവരങ്ങൾ അയച്ചത്. ലിഷോയി, കേട്ടാൽ തലറങ്ങുന്ന ഈ ബില്ല് എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് വന്നതെന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഒരു മറുപടി ഇല്ല എന്നുള്ളതാണ് ഷംസുദ്ദീൻ പറയുന്നത്. കാരണം എല്ലാ മാസവും 600-നും 700-നും ഇടയിലാണ് എല്ലാ തവണയും ഈ വാട്ടർ ബില്ലായി ഷംസുദ്ദീന് വരാറുള്ളത്. ഇത്തവണയും അത് തന്നെയാണ് ബില്ലായി വന്നത്. പക്ഷേ അത് അടയ്ക്കുന്നതിന് വേണ്ടി അക്ഷയ സെന്ററിൽ പോയപ്പോഴാണ് ഇത്തരത്തിൽ SMS വഴി ഇത്രയും തുക അടയ്ക്കണമെന്നൊരു മെസ്സേജ് വന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ തെറ്റി വന്നതാകാം എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഓൺലൈനായി ബില്ലടയ്ക്കാനായി ശ്രമം നടത്തി. അപ്പോഴാണ് ഇത്തരത്തിൽ 10,21,894 രൂപയാണ് വെള്ളക്കരം, അത് അടയ്ക്കണം എന്ന ഒരു സന്ദേശം ഈ ഓൺലൈനിലും ലഭ്യമായത്. അതോടുകൂടിയാണ് പരാതിയുമായി വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടത്. ജല അതോറിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. അത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് നിലവിൽ ഷംസുദ്ദീന് ലഭിച്ചിരിക്കുന്ന മറുപടി. എങ്ങനെയാണ് ഇത് ലഭ്യമായി ഇത്തരത്തിൽ ഒരു തുക ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഷംസുദ്ദീനും വലിയ വ്യക്തതയില്ല. കാരണം സാധാരണഗതിയിൽ 600-നും 700-നും ഇടയിൽ മാത്രമാണ് വെള്ളക്കരം വരാറുള്ളത്.